ഗസയിൽ 24 മണിക്കൂറിനിടെ 89 പേരെ കൂട്ടക്കൊല ചെയ്ത് ഇസ്രായേൽ. പട്ടിണി കാരണം 5 പേർ മരിച്ചു. പട്ടിണി മൂലം ഇതുവരെ മരിച്ചവരുടെ എണ്ണം 227ആയി. ഹമാസുമായി കരാർ വേണമെന്നാവശ്യപ്പെട്ട് ടെൽ-അവീവിൽ വ്യോമസേനയിലെ റിസർവ് പൈലറ്റുമാരുടെ പ്രതിഷേധം. ഗസയിലെ പട്ടിണി മറികടക്കാൻ വൻതോതിൽ സഹായം ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് EU അംഗ രാജ്യങ്ങൾ ഉൾപ്പെടെ 25 രാജ്യങ്ങൾ സംയുക്തമായി രംഗത്തെത്തി. അൽ ജസീറയുടെ 5 മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ ലോകത്താകെ പ്രതിഷേധം ശക്തമാണ്. കൊലപാതകത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് UN ആവശ്യപ്പെട്ടു. ഇസ്രായേലുമായുള്ള ബന്ധം പുനഃപരിശോധിക്കുമെന്ന് നോർവേ അറിയിച്ചു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, പട്ടിണി മൂലമുള്ള മരണം കൂടിക്കൊണ്ടിരിക്കുന്നു, അതേസമയം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗസയിൽ നിന്നുള്ള അവസാനം ലഭിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? തന്നെ യാതൊരു മാറ്റവുമില്ല. വംശഹത്യ അതിന്റെ എല്ലാ വ്യാപ്തിയിലേക്കും തന്നെ മുന്നോട്ട് നീക്കാനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേൽ നേതൃത്വം എത്തിപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടുതൽ സൈനിക സന്നാഹങ്ങൾ ഗസ അതിർത്തിയോട് ചേർന്ന് രൂപപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നുണ്ട്. ആയിരക്കണക്കിന് റിസർവ് സൈനികരെ കൂടി പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികൾക്കും തുടക്കമായിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം വലിയ തോതിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ബന്ധുക്കളുടെ ബന്ധുക്കൾ 10,000 അണിനിരത്തിക്കൊണ്ടാണ് പ്രധാന ഇസ്രായേൽ നഗരങ്ങളിലൊക്കെയും തങ്ങളുടെ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 100 കണക്കിന് വ്യോമസേനയുടെ റിസർവ് പൈലറ്റുമാർ വലിയ തോതിലുള്ള പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ യുദ്ധം ജയിക്കുക എളുപ്പമല്ല. അതുമാത്രമല്ല, വലിയ തോതിലുള്ള മനുഷ്യഹത്യയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങും. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒറ്റപ്പെടൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹമാസുമായിട്ട് ഒരു വെടിനിർത്തൽ കരാറിലെത്തുകയും 20-ലധികം വരുന്ന ബന്ദികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കണമെന്നാണ് സൈനിക നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഏതായാലും പൈലറ്റുമാരുടെയും സൈനിക നേതൃത്വത്തിന്റെയും ശക്തമായിട്ടുള്ള സമ്മർദ്ദം പ്രത്യക്ഷത്തിൽ തന്നെ രംഗത്ത് വന്നതോടുകൂടി നെതന്യാഹു കൂടുതൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ആക്സിയസ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം അടുത്ത ആഴ്ച തന്നെ ഒരു ഉന്നതതല ഇസ്രായേലി സംഘത്തെ ദോഹയിലേക്ക് അയക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് നൽകിയതായിട്ടാണ് അമേരിക്കൻ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഘം ദോഹയിലെത്തുകയും ഹമാസുമായിട്ട് വീണ്ടും ചർച്ച പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത ആരായുകയും ചെയ്യും. പക്ഷേ നെതന്യാഹു ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇനിയും നടത്തിയിട്ടില്ല. താൻ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്, ആ ലക്ഷ്യങ്ങളൊക്കെയും നേരത്തെ നടപ്പായിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള അവശേഷിച്ച ലക്ഷ്യങ്ങൾ നിറവേറുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഗസ പിടിച്ചടക്കാനുള്ള തന്റെയും അതോടൊപ്പം തന്നെ മന്ത്രിസഭയുടെയും തീരുമാനം. അതുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. പക്ഷേ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ അരുങ്കൊല അതിതീവ്രമായ അതിവ്യാപ്തിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. 89ഓളം പേർ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന കണക്കുകൾ. അതിൽ 36 പേരും കൊല്ലപ്പെട്ടത് ഈ ഭക്ഷണം തേടി വരി നിൽക്കുന്നതിനിടയിൽ അവിടേക്ക് വെടി ഉതിർത്തുകൊണ്ടാണ് ഈ മനുഷ്യരെ 36 പേരെ പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈനിക നേതൃത്വം കൊന്നൊടുക്കിയിരിക്കുന്നു. എന്തായാലും ഈ ക്രൂരത ശക്തമായി തുടരുന്ന ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ ഗസയിലേക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും വെള്ളവും മരുന്നും മറ്റു ഉപകരണങ്ങളും എത്തിക്കണമെന്ന അന്തർദേശീയ സമൂഹത്തിന്റെ അഭ്യർത്ഥനയും ഇസ്രായേൽ നിരാകരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പ്രതിഷേധങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിനകത്ത് തന്നെ ഉയരുന്ന പ്രതിഷേധങ്ങൾ എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇതാ പൈലറ്റുമാർ ഉൾപ്പെടെ ആ രീതിയിൽ ഹമാസുമായിട്ടുള്ള കരാറുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം, ഇല്ലെങ്കിൽ കരാറിലേക്ക് എത്തണം എന്നൊക്കെയുള്ള കാര്യത്തിൽ സംസാരം തുടരുന്നുണ്ട്. ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ 5 പേർ കൊല്ലപ്പെട്ടു അൽ ജസീറയുടെ. അതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളിൽ മുഴുവൻ ആ പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ എത്രത്തോളം എതിർപ്പ്, ഇല്ലെങ്കിൽ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിനെതിരെയുള്ള എതിർപ്പ് എത്രത്തോളം കൂടി വരുന്നുണ്ട്? ഇതിൽ വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെയാണ്. നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ ബന്ധുക്കൾ ആരംഭിച്ച ആ പ്രക്ഷോഭത്തിന് വലിയ തോതിൽ ജനകീയ പിന്തുണ ലഭ്യമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡിന്റെ നേതൃത്വത്തിൽ വൻതോതിൽ തന്നെ ഉള്ള ജനാവലിയാണ് ഇന്നത്തെ ടെൽ-അവീവിലും ജെറൂസലമിലും ഹൈഫയിലും ഒക്കെ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളിൽ അണിചേരുന്നത്. സൈനിക പൈലറ്റുമാർ പ്രത്യക്ഷമായിട്ട് ഇത് ആദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ നെതന്യാഹു സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്.
സൈനിക നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം നിലവിലുള്ള അവസ്ഥയിൽ ഇനി യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇസ്രായേലിന്റെ തകർച്ചയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. ഹമാസിനെ പൂർണ്ണമായിട്ട് പ്രതിരോധിക്കുക എന്നത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അതിന് 10,000-ങ്ങളെ ഇനിയും കൊന്നൊടുക്കേണ്ടി വരും. അത് അന്തർദേശീയ സമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ഒറ്റപ്പെടൽ, അതിന് കൂടുതൽ ആ ഒറ്റപ്പെടലിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉതകൂ. അതുകൊണ്ട് ചില പുനഃപരിശോധനകൾ ആവശ്യമാണ്. പറ്റുമെങ്കിൽ ഈ ബന്ദികളുടെ മോചനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കരാറിൽ തന്നെ എത്തിച്ചേരണമെന്ന നിർബന്ധമാണ് ഇസ്രായേലിലെ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ദികളുടെ ബന്ധുക്കളും പൊതുസമൂഹവും മൊസാദ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ മുൻ മേധാവികളും, നൂറുകണക്കിന് മേധാവികളാണ് കഴിഞ്ഞ ദിവസം ട്രംപിന് പോലും ഇത് സംബന്ധിച്ച കത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ ഉള്ളിൽ രൂപപ്പെട്ടിരുന്ന പ്രക്ഷോഭം ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെയാണ് ഇന്നിപ്പോൾ 25 രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കാരണം ഗസയിലെ ഈ പട്ടിണിയും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയും ഇനിയും ഈ വിധത്തിൽ തുടരാൻ ഒരു നിലക്കും ഇസ്രായേലിന് അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്ന 25 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് ആയുധങ്ങളും സാമ്പത്തിക പിൻബലവും മറ്റ് നിലക്കുള്ള നയതന്ത്ര പരിരക്ഷയും ഒക്കെ നൽകുന്ന പ്രധാന രാജ്യങ്ങളുണ്ട്. ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, ബെൽജിയം ഉണ്ട്, ഇറ്റലി ഉണ്ട്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണെന്ന് ഇപ്പോൾ 25 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് സംയുക്തമായിട്ടുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിനെ പിന്നെ ചില രാജ്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നിർത്തിവെക്കാനും അതോടൊപ്പം തന്നെ നിക്ഷേപ രംഗങ്ങളിലുള്ള നേരത്തെയുള്ള നിലപാടുകൾ പുനഃപരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.